അമ്മ ആ കൊച്ചിന്റെ പപ്പയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ദേഷ്യം വരുമ്പോ ഇങ്ങനെയാന്ന്. ഞാൻ വിചാരിച്ച എന്തോ കുഴപ്പമുണ്ട്. എനിക്കതല്ല അമ്മ പ്രശ്നം. കുഴിപ്പടത്തെ അമ്മയാണെങ്കിൽ ഇന്നും നല്ലതായിട്ട് വിളിച്ചോണ്ടേ ഇരിക്കുക. എന്നിട്ട് ചോദിക്കും എന്നാ അങ്ങോട്ട് വരണേ, എന്നാ അങ്ങോട്ട് വരണേന്ന്. നീ എന്താ പോവാത്തത്? ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങോട്ട് പോവാൻ പറ്റിയ അവസ്ഥയിലല്ലല്ലോ. ഇവിടെ ഇങ്ങനെയൊക്കെ ഞാൻ എങ്ങനെയാ പോണേ എന്നും പറഞ്ഞ് നീ പോവാരുന്ന അങ്ങനെയല്ലേ അച്ചു? നീ പോയിട്ട് വാ, പ്രായമായ ആൾക്കാരല്ലേ അവര്. അവൻ നിന്നെ വിശ്വസിച്ചല്ലേ ആ ഗൾഫിൽ ജോലിക്ക് വരിക്കണേ. അമ്മ അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി കഴിഞ്ഞുണ്ടല്ലോ 100 ചോദ്യം ചോദിക്കൂന്നേ. ചേട്ടന്റെ കാര്യം എന്തായി, ആ കൊച്ചിന്റെ പപ്പയുടെ കാര്യം എന്തായി. ഇപ്പൊ അതല്ല, ഇന്നും ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് ആദ്യം ചോദിച്ചത് അച്ഛന്റെ കാര്യമാണ്. ഞാൻ എന്ത് പറയാനാ അവരോട്? ഇനി ചോദിക്കാണേ പറ അച്ഛൻ കാശിക്ക് പോയെന്ന്. കാശിക്ക് പോയിന്നോ? ആ, ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് അച്ഛൻ കാശിക്ക് പോയിരിക്കാന്ന് പറഞ്ഞാ അമ്മ എന്തെന്നൊക്കെയാ അമ്മ പറയണേ? പിന്നെ ഞാൻ എന്തെന്ന് മറുപടി പറയാനാ? പിന്നെ ഇപ്പൊ എല്ലാരും എന്നെ വിളിച്ചാന്നാ ചോദിക്കണേ, ബാലു എന്തെന്ന്. ഞാൻ പിന്നെ എന്ത് മറുപടി പറയണം? ഇനി വിളിക്കാണെ ഞാൻ പറയും കാശിക്ക് പോയെന്ന്. ഈ അവസ്ഥയിൽ അമ്മ തമാശ പറയണ നോക്കിക്ക്. അച്ഛൻ കാണിക്കണ ഒരു കണക്കിന് തമാശയല്ലേ. മകൻ ഏതോ പെണ്ണിനെ വിളിച്ചിട്ട് വന്നതിന് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാണ്. ശരിയാണല്ലേ. സത്യം പറഞ്ഞ ചേട്ടന്റെ കല്യാണം വലിയൊരു സംഭവമായിരുന്നു. കെട്ടാത്തപ്പോഴത്തേക്കും കെട്ടുന്നില്ലേന്നായിരുന്നു. കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു ഭൂകമ്പമായിട്ട് മാറി. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി. പക്ഷെ നിന്നെ ജീവിതത്തിന് വിശ്വസിക്കാൻ പരിപാടിയില്ല. എന്താ അമ്മ? എന്ത് അമ്മ? ആ സാഹചര്യത്തിൽ എനിക്ക് അമ്മയുടെ അടുത്തൊന്നും പറയാൻ പറ്റില്ല. അതിപ്പോ എന്റെ തെറ്റാണോ? വിട്, സോറി. അമ്മ ഇവിടെ നിൽക്കായിരുന്ന എന്ത്? ചിറ്റപ്പം വിളിച്ചായിരുന്നു. ചിറ്റപ്പം വിളിച്ചിട്ട് അച്ഛനെ തിരക്കി. അച്ഛനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടണില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തില്ല. ആ സമയം വിളിക്കാൻ പറഞ്ഞു. അതാണ്ടാ അടുത്തത് എന്റെ തലയിലേക്ക് പോയി. എടാ, എന്നെ വിളിക്കാൻ പറഞ്ഞ എന്തിനാണ്? ഞാൻ ഒന്നാമത്തെ ആ മനുഷ്യൻ പോയതിന്റെ ടെൻഷനിലെ ഇങ്ങനെ നടക്കുന്നത്. അതിനിടയ്ക്ക് എന്നെ വിളിക്കാൻ പറയാൻ കേട്ടാ. ഇതെല്ലാരും കൂടെ എന്റെ തലയിലേക്ക് വന്നാൽ ഞാൻ ഇവിടെ ഞങ്ങളുടെ ഇറങ്ങി പോകട്ടാ. ആരെങ്കിലും വിളിക്കുകയാണെങ്കിലേ നിങ്ങൾ ഞങ്ങൾക്ക് ഡിലേ ചെയ്താൽ മതി. എന്നെ കൂടെ പറ്റില്ല, മടുത്തടാ. എന്താന്ന് ചേച്ചി? ചേച്ചി ഇപ്പൊ ആൾക്കാർ നമ്മളെ വിളിച്ച നമ്മളെന്ത് പറയും? ഞാൻ കുഴിപ്പടത്ത് എന്ത് പറയുന്നു ആലോചിച്ചിരിക്കുക. അപ്പോഴാണ് ചേച്ചി അച്ഛൻ വരൂലേ? പിന്നെ അച്ഛൻ വരാതെ അവിടെ പോരാ. 2-3 ദിവസം കഴിയുമ്പോ അച്ഛൻ വരും കേട്ടോ. ഇവിടുത്തെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാ. ആ കേശവ്, സാറേ എല്ലാരും ഇവിടെ? എല്ലാവരും ഉണ്ട്. ഇതെന്താ? പറയാ, കുറച്ച് തിരക്കിലാണ്. ഈ 2-3 ദിവസമായിട്ട് ഇവിടെ വന്ന് കയറി ഇറങ്ങിയത് കൊണ്ട് കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലായി പോയി. ഇതെന്താ ഈ ബോക്സില്? പറയാ മോളെ, മോനെ വന്നേ, അപ്പോ വന്ന്. അതെ, സാധനങ്ങളൊക്കെ ഇന്നലെ പോയി പർച്ചേസ് ചെയ്തതാ. ഇന്ന് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് കാക്കനാട്ടില്. എവിടെ? അതെ മോളെ, അപ്പേക്ക് ഒരുപാട് തിരക്കുണ്ട്, പെട്ടെന്ന് പോയിട്ട് വരണം. വിഷ്ണു എന്താ വല്ലാതിരിക്കുന്നത്? ഇന്നലെ ഞാൻ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. അത് സ്വാഭാവികം, ക്വൈറ്റ് നാച്ചുറൽ, മനസ്സ് വെക്കണ്ട. ഈ ബോക്സിൽ എന്തുവാ? അത് കുറച്ച് സാധനങ്ങള്. പപ്പ ഇതാരും പറഞ്ഞിട്ട് വാങ്ങിച്ചതല്ല, മമ്മിയോട് ചോദിക്കാനോ പറയാനോ നിന്നിട്ടില്ല. മോളിത് എടുത്തോ, പപ്പയ്ക്ക് തീരെ സമയമില്ല. പപ്പ ഇതിൽ എന്തോന്ന് പറഞ്ഞിട്ട് പോ. മോളിത് എടുക്ക്. എന്താണെന്ന് എന്തിനാ ചോദിക്കുന്നത്? പപ്പ പോട്ടെ. എന്നാലും അങ്ങൊന്ന് പറഞ്ഞിട്ടു, അതിനകത്ത് എന്താണെന്ന് പറഞ്ഞിട്ടു. കുറച്ച് ചെറിയ സാധനങ്ങളാ. നിങ്ങളുടെ ഭാഷയിൽ പറയണെങ്കിൽ തട്ടുമുട്ട് സാധനങ്ങള്. അപ്പൊ അങ്കിളുടെ ഭാഷ പറഞ്ഞ ഒരു മിക്സി, ഒരു ജ്യൂസർ, 2-3 പ്ലേറ്റ്സ്, കുറച്ച് കട്ടിംഗ് നൈഫ്സ്, അങ്ങനെ ഒട്ടിലൊടുക്ക് സാധനങ്ങള്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണോ കുക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഏതായാലും എല്ലാവരും കൂടി ഉപയോഗിച്ചോ. ഓക്കെ? നാളെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് വെത്തേ. നിങ്ങൾ എന്തിനാ പരസ്പരം നോക്കുന്നത്? യാതൊരു ദുരുദ്ദേശവും ഇല്ല. അപ്പോടെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. പപ്പ ആവശ്യത്തിന് സാധനം ഒക്കെ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാ ഇതൊക്കെ? ഏത് വീട്ടിലെത്തൊന്നും ഇല്ലാത്തത്? അറിയാം ഇവിടെ എല്ലാം ഉണ്ടാവുന്നു. ഇതിരിക്കട്ടെ, എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ. അപ്പൊ തീരെ സമയമില്ല, എല്ലാവരും കാണാം. അല്ല, മിസ്സസ് ബാലചന്ദ്രനൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? നിങ്ങൾ നിങ്ങളുടെ മൂക്ക് വാങ്ങിച്ചു കൊടുത്തതല്ലേ. വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കാണ്ടിരിക്കാം. അത് നിങ്ങളുടെ ഓപ്ഷൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മക്കളെ, വരാം. ബൈ ചിൽഡ്രൻ. ബൈ ബൈ. ഞങ്ങൾ വരുവാണെങ്കിൽ രസമാ. ആണേ? ബൈ ഡിയർ. നീലുമ്മ, ഇതൊക്കെ എന്തോ ചെയ്യണ്ടേ? കൊച്ചിന്റെ പപ്പ വാങ്ങിച്ചതെന്നല്ലേ, കൊച്ചെടുത്ത് ഉപയോഗിക്കേ. ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാ കൊച്ചിനെ ചെയ്. എന്തായാലും ഈ ബോക്സ് നമ്മൾ തുറക്കുമ്പോഴേ ദൂരെ വല്ലതും കൊണ്ടുപോയിച്ച് തുറക്കാം. ചിലപ്പോ വീട് വരെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടേ. കേശുവേ, അല്ലമ്മ, ആ അങ്കിള് ഓരോ ദിവസവും ഓരോ ഐഡിയ ആയിട്ട് ഓരോ രൂപത്തിലും ഭാവത്തിലുമാണല്ലോ വരുന്നത്. അതിപ്പം പറഞ്ഞ കറക്റ്റ് ആണ്ടാ. ഈ ചില അമ്പലത്തിലെ വിഗ്രഹം ശ്രദ്ധിച്ചിട്ടില്ലേ? 3 നേരത്തും 3 ഭാവത്തിലാണ് ഒരുക്കണത്. രാവിലെ ഒരു ഭാവം, വൈകുന്നേരം ഒരു ഭാവം, രാത്രി ഒരു ഭാവം. അതുപോലെയാണ് കുട്ടിയുടെ പപ്പ.
സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, തമാശക്ക് പറഞ്ഞതാ. ആ അതെനിക്ക് മനസ്സിലായി. എന്തായാലും അങ്കിൾ ഇവിടെ വന്ന് അങ്കിളുടെ സ്വഭാവത്തിന് ചെറിയൊരു മയമൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഐസ്ക്രീം കഴിക്കാൻ പറയാൻ മറന്നുപോയി. ഡോ താനകത്തോട്ട് ഒരു കാര്യം പറയട്ടെ. കേശു ഈ സാധനമൊക്കെ എടുത്ത് അടുക്കളയുടെ സൈഡിലോട്ട് വെച്ചേക്കണേ. ഞാൻ എടുത്തു നോക്കാനാ? അതിനിപ്പോ എന്താ, എടുത്തു വെക്കടാ. ഞാൻ എടുത്തു നോക്കാനാ? ഞാൻ തമ്മ വേലക്കാരനമ്മ. ചേട്ടൻ വേലക്കാരൻ. കളിക്കല്ലേ?